ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ കല്യാണം കൂടി നടത്തി നമ്മൾ ഇന്ന് കർണാടക സ്റ്റേറ്റിലെ കല്യാണം കൂടാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ കർണാടക സ്റ്റേറ്റിലെ കല്യാണമാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടോ? ആ വണ്ടി കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ബസ്സിൽ കയറിയാൽ ഭയങ്കര ആണെന്ന് വെച്ചാൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല, അത്ര ആളാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഭയങ്കര ആളുണ്ട്. അങ്ങനെ കുറേ ഒരു അരമണിക്കൂർ നിന്നിട്ട് ശേഷം നമുക്ക് ബസ്സിൽ ഇരിക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ കർണാടക സ്റ്റേറ്റ് എത്തി നമുക്ക് അറിഞ്ഞു. കാരണം കാടുകൾ കണ്ടാൽ കർണാടക സ്റ്റേറ്റ് എത്തിയാണ് അതിൻ്റെ അർത്ഥം. കാടുകൾ വെച്ചാൽ അമ്മാതിരി കാടാണ്, ആകാശം പോലും നമുക്ക് നേരെ കാണാൻ കഴിയില്ല, അത്രയും കാടാണ്. കാടും തോട്ടങ്ങളുമാണ് ഇവിടെ ഫുള്ളുള്ളത്, അത്ര കാടാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണുന്നുണ്ടാകും കാടുകൾ. അങ്ങനെ 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ മുടൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് റിക്ഷയിൽ യാത്ര ചെയ്യാനുണ്ട്. റിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു പുഴയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് മുഴുവൻ കാടാണ്. കാടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് വരെയുള്ള കാടായിരിക്കും മുഴുവൻ കാണുന്നത്. ഏകദേശം ഇതൊരു വൈൽഡ് ഫോറസ്റ്റാണ്. ഇവിടെ ആനകളും പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അതൊക്കെ എപ്പോൾ ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അമ്മാതിരി കാടായതുകൊണ്ട്. പിന്നെ ആനയായിട്ട് വന്നെങ്കിൽ നമ്മൾ ചവിട്ടി പോയാലും ആർക്കും തന്നെ അറിയില്ല, ഒരു മനുഷ്യനെ പോലെ ഇവിടെ കാണാൻ കഴിയില്ല. അങ്ങനെ കാടുകൾ തീരുന്നില്ല ഗൈസ്. എജ്ജാതി കാടെന്ന് വെച്ചാൽ ഇയാളാണെങ്കിൽ 150 സ്പീഡിലൊക്കെയാണ് പോകുന്നത് ഈ ഒരു റോഡിൽ. ഇയാൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒടുവിൽ കാടുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു വീട് കണ്ടു ഗൈസ്. അപ്പോഴാണ് സമാധാനമായത്. ഒരു പച്ച കളർ കൊടുത്ത വീട് കണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി മംഗളത്തിൻ്റെ പോരല്ലേ എത്തി ഗൈസ്. എജ്ജാതി റിക്ഷയായിട്ട് ഇയാൾ എന്തൊരു പോക്കാണ് പോകുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ഗൈസ് മംഗളത്തിൻ്റെ പോര. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാ കാണുന്നതാണ് മംഗളത്തിൻ്റെ പോര. ഇത് കർണാടക സ്റ്റൈൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വളരെ മനോഹരമായ പന്തലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ കർണാടകയിലെ ദേശീയ പാനീയമായ മാംഗോ പൾപ്പിലെ ജ്യൂസും അപ്പുറത്തെ സൈഡ് മൈസൂർ പാക്കും ബത്തക്കയും പിന്നെ ജീരകം ഉണ്ടായും പിന്നെ ചായ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡ് നിൽക്കാതെ നടക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡാണെങ്കിൽ കുറേ പേര് തിന്നുന്നുമുണ്ട്. എല്ലാം ഒരുമിച്ചായിരുന്നു ഇവിടെ. ഫുള്ള് ഡിസൈനിങ് ആയിട്ടുള്ള പന്തലാണ് ഇവിടെ. ആ കാണുന്നതാണ് പുതിയാപ്പിള കണ്ട് നമ്മൾ തിന്നാൻ നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാമ്പാറും പിന്നെ കച്ചമ്പർ അതൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ പള്ളിക്ക് പോയപ്പോൾ മുഴുവൻ കാടും തോട്ടങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മംഗളത്തിൻ്റെ പോരക്കെത്തി. ഏകദേശം ഇവിടെ ഒരു മണിയാകുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അത്രയും വേഗമാണ് ഇവിടെ, ഫാസ്റ്റാണ് ഫുള്ള് പരിപാടി. ഇവർക്കും ഉണ്ട് വലിയൊരു തോട്ടം. ആ തോട്ടത്തിലാണ് നമ്മൾ കാണാൻ പോയത്. തോട്ടം എന്ന് വെച്ചാൽ നല്ല വലിയൊരു തോട്ടമാണ്. ആ തോട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും നോക്കിയത് ഈ ഒരു സാധനത്താണ്. ഇതാണ് കൊക്കോ. ഇത് പച്ചയാണ് നമുക്ക് കഴിക്കാനില്ല, ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കൊക്കോ. ഓരോരോ സൈഡിലും അതിൻ്റെ പൂത്ത സാധനം ഉണ്ടായി, പക്ഷെ അതിലെ കൊഴുങ്ങന്മാർ വന്നിട്ടില്ലേ അതിനെ ഫുള്ളും നശിപ്പിച്ചിട്ട് പോകും. പാതിയിലെ ചില പൾപ്പിന് പോകും, അത് നമുക്ക് തിന്നാൻ കഴിയില്ല. പിന്നെ എന്താക്കാൻ, പിന്നെ 3 മണി ശേഷം നമ്മൾ വന്നിട്ടാണ് ഇവിടെ ഫുള്ള് കല്യാണ പരിപാടിയിൽ കഴിഞ്ഞു. 3 മണിയാകുമ്പോൾ തന്നെ നമ്മൾ നാട്ടിലത്തെ പോലെ, നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കല്യാണം തുടങ്ങുന്ന ചിലപ്പോൾ ഈ സമയം ഉണ്ടാവും, ഇവിടെ ആണെങ്കിൽ വേഗം കഴിഞ്ഞിട്ടാ. ഫൈനൽ നമ്മൾ ബെസ്റ്റ് ഒക്കെ വൻ സെറ്റപ്പ് ഉണ്ട്. ഫാനൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ ഫാനൊക്കെ. അപ്പോൾ ബസ്സിലങ്ങനെ ആളുണ്ടായിട്ട് സീറ്റ് കിട്ടിയപ്പോൾ അങ്ങനെ കാടൊക്കെ ഇനി സിറ്റിക്ക് എത്തി. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.